നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോട്ടയം ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ നടന്നു. നടപടി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചേതൻകുമാർ മീണയുടെ സാന്നിധ്യത്തിൽ. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മത്സര ചിത്രം തെളിഞ്ഞു. സിറ്റിംഗ് MLA ഡോക്ടർ N ജയരാജ് LDF പ്രതിനിധി. മണ്ഡലം പിടിക്കാൻ UDFിലെ പ്രൊഫസർ റോണി കെ ബേബിയും NDAയുടെ പ്രതിനിധി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും. വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾ സമാപിച്ചു. ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. കോൺഗ്രസ് BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് കേന്ദ്രമായി അധപ്പതിച്ചെന്ന് മന്ത്രി VN വാസവൻ. LDF പുതുപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ പാമ്പാടിയിൽ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോട്ടയം ജില്ലയിലെ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ നടത്തി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ നേതൃത്വത്തിലായിരുന്നു റാൻഡമൈസേഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ നിർവഹിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു റാൻഡമൈസേഷൻ. ഓരോ നിയമസഭാ നിയോജക മണ്ഡലത്തിലും ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളും VVപാറ്റുകളും നിർണ്ണയിക്കുന്ന നടപടിയാണ് ആദ്യഘട്ട റാൻഡമൈസേഷനിൽ പൂർത്തിയായത്. ജില്ലയിലെ 1791 പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി വോട്ടിംഗ് യന്ത്രത്തിന്റെ 2147 വീതം ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും 2307 VVപാറ്റ് യന്ത്രങ്ങളുമാണ് റാൻഡമൈസ് ചെയ്തത്. ഈ യന്ത്രങ്ങളുടെ സീരിയൽ നമ്പർ സഹിതമുള്ള പട്ടിക വരണാധികാരികൾക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും നൽകി. വിവിധ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്ക് നിശ്ചയിച്ചു നൽകുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെയും VVപാറ്റ് മെഷീനുകളുടെയും എണ്ണം ചുവടെ. മണ്ഡലം വോട്ടിംഗ് യന്ത്രങ്ങൾ VVപാറ്റ് എന്ന ക്രമത്തിൽ. മാർച്ച് 27-ന് ഈ മെഷീനുകൾ നാട്ടകത്തെ ജില്ലാ വെയർഹൌസിൽ നിന്ന് അതത് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മത്സര ചിത്രം തെളിഞ്ഞു. സിറ്റിംഗ് MLA ഡോക്ടർ N ജയരാജ് LDF സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതുമുഖമായ പ്രൊഫസർ റോണി കെ ബേബിയാണ് മണ്ഡലം പിടിക്കാൻ UDF നിയോഗിച്ചിരിക്കുന്നത്. NDA മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ജോർജ് കുര്യനെ രംഗത്തിറക്കിയിരിക്കുന്നു. ആമുഖം ആവശ്യമില്ലാത്ത ഡോക്ടർ N ജയരാജാണ് സ്ഥാനാർത്ഥി എന്നതിനാൽ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF. 1.5 പതിറ്റാണ്ടായി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് ഡോക്ടർ N ജയരാജാണ്. കാഞ്ഞിരപ്പള്ളിയുടെ MLA ആവുന്നതിന് മുൻപ് ഇന്നത്തെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഉൾപ്പെടുന്ന വാഴൂർ നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. മുൻ മന്ത്രിയും ദീർഘകാലം വാഴൂരിന്റെ MLAയുമായിരുന്ന K നാരായണക്കുറുപ്പിന്റെ മകൻ എന്ന മേൽവിലാസത്തിൽ രാഷ്ട്രീയ രംഗത്തെത്തിയ ഡോക്ടർ N ജയരാജിന് സ്വന്തമായി മേൽവിലാസം കരുപിടിപ്പിക്കാൻ ഏറെ നാൾ വേണ്ടി വന്നില്ല. തെരഞ്ഞെടുപ്പ് ഗോതയിൽ പരാജയമറിയാത്ത പോരാളിയായ അദ്ദേഹം രാഷ്ട്രീയ എതിരാളികൾ പോലും ആദരിക്കുന്ന സർവ്വസമ്മതനുമാണ്. ഡോക്ടർ N ജയരാജിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് M UDFിലായിരിക്കെ 2011-ലും 2016-ലും കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ച് വിജയിച്ച ഡോക്ടർ N ജയരാജ് കേരള കോൺഗ്രസ് M LDF മുഖ്യ സഖ്യകക്ഷിയായ 2021-ലും മികച്ച ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. കാഞ്ഞിരപ്പള്ളിക്കാർക്ക് സുപരിചിതനും സർവ്വസമ്മതനുമായ ഡോക്ടർ N ജയരാജിന് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും മേൽക്കൈ നൽകുന്നത്. കിഫ്ബിയും കേന്ദ്ര ഗവൺമെൻറ്റെയും സംസ്ഥാന ഗവൺമെൻറ്റെയും മറ്റ് വ്യത്യസ്തങ്ങളായ ഫണ്ടുകളും ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടുകളും ഒക്കെ ഉപയോഗപ്പെടുത്തി ഈ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലും വികസനത്തിൻ്റെ വെള്ളി വെളിച്ചം എത്തിക്കാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഡോക്ടർ ജയരാജൻ്റെ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയ കാത്തിലാവ് ഉൾപ്പെടെയുള്ള വൻപിച്ച തോതിലുള്ള വികസനം, കേരളത്തിലെ തന്നെ 5ാമത്തെ സ്പോർട്സ് സ്കൂളായിട്ട് കാഞ്ഞിരപ്പള്ളി കുന്നംഭാഗം ഗവൺമെൻറ് ഹൈസ്കൂളിന് ഉയർത്തുന്ന വലിയ പ്രവർത്തനം, ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആകെ പ്രയോജനപ്പെടുന്ന വെള്ളാവൂരിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന ആദ്യത്തെ നഴ്സിംഗ് സ്കൂൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം പദ്ധതികൾ അഴിമതിയുടെ കറപുരളാത്ത പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഡോക്ടർ ജയരാജിലൂടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏത് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും യാതൊരു സങ്കോചവുമില്ലാതെ ആരുടെയും ഇടനിലയില്ലാതെ സമീപിക്കാൻ കഴിയുന്ന ഒരു നല്ല പൊതുപ്രവർത്തകൻ, ഒരു നല്ല അധ്യാപകൻ, ഒരു നല്ല സാമൂഹ്യ സേവകൻ, ഇതൊക്കെയാണ് ഡോക്ടർ ജയരാജ്. അതുകൊണ്ട് തന്നെ
ഈ നിയോജകമണ്ഡലത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും മനസ്സിൻ്റെയും മനസാക്ഷിയുടെയും അംഗീകാരം ഏറ്റുവാങ്ങി ഒരിക്കൽ കൂടി ഡോക്ടർ ജയരാജ് വികസന സ്വപ്നങ്ങൾ കാഞ്ഞിരപ്പള്ളിക്ക് സാക്ഷാത്കരിച്ച് നൽകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. MLA എന്ന നിലയിൽ ഡോക്ടർ എൻ ജയരാജ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ പോരായ്മകളുണ്ടെന്നതാണ് എതിർപക്ഷത്തിന്റെ പ്രധാന ആരോപണം. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്, മണിമല മേജർ കുടിവെള്ള പദ്ധതി, പട്ടയ പ്രശ്നം എന്നിവ നിറവേറ്റാത്ത വാഗ്ദാനങ്ങളായി അവശേഷിക്കുകയാണെന്നും വിമർശകർ പറയുന്നു. കാഞ്ഞിരപ്പള്ളിക്കാർക്ക് സുപരിചിതനായ ഡോക്ടർ എൻ ജയരാജിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF നിയോഗിച്ചിരിക്കുന്നത് പുതുമുഖമായ റോണി കെ ബേബിയെയാണ്. UDF സ്ഥാനാർത്ഥിയായി പല പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെയും പേര് പറഞ്ഞു കേട്ടിരുന്നു. ഒടുവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ പലരും ഒന്നാം പറന്നു. കാഞ്ഞിരപ്പള്ളിയിലെ കൊച്ചുകുട്ടികൾക്ക് പോലും പരിചിതനായ ഡോക്ടർ എൻ ജയരാജിനെ നേരിടാൻ മണ്ഡലത്തിൽ അധികമാരും അറിയാത്ത പ്രൊഫസർ റോണി കെ ബേബി മതിയാവുമോ എന്ന് പലരും നെറ്റിച്ചുളിച്ചു. എന്നാൽ ഭൂമിയുടെ രാഷ്ട്രീയം പഠിക്കുകയും ഭൂമിയുടെ അവകാശ പോരാട്ടങ്ങളിൽ മുൻനിരയിൽ നിൽക്കുകയും ചെയ്ത അദ്ദേഹത്തെ മണ്ണിന്റെ വിലയറിയുന്ന കാഞ്ഞിരപ്പള്ളിക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് UDF കരുതുന്നു. കോർപ്പറേറ്റുകൾ കേരളത്തിലെ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് സമഗ്ര ഗവേഷണം നടത്തുകയും ഗ്രന്ഥരചനകൾ നടത്തുകയും ചെയ്ത പ്രൊഫസർ റോണി പീരുമേട്ടിലെ TR&T എസ്റ്റേറ്റിനെതിരെ നടന്ന ഭൂമി സമരത്തെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ ദൈക്ഷണികതയും സമര തീഷ്ണതയും കൊതിക്കുന്നവർ അധ്യാപകനും പ്രഭാഷകനും കൂടിയായ പ്രൊഫസർ റോണിയെ അംഗീകരിക്കുമെന്നാണ് UDF പ്രതീക്ഷ. എൻ്റെ വീട് ഇവിടെ തറവാട് കാളകെട്ടിയാണ്, കാഞ്ഞിരപ്പള്ളി കാളകെട്ടിയിലാണ്. എൻ്റെ ചാച്ചനും അമ്മയും തൽക്കാലത്തേക്ക് ഇപ്പം ചേനപ്പാടിലാണ്. ഇപ്പം തിരിച്ച് വീണ്ടും കാളകെട്ടിയിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലാണ് സ്ഥിരതാമസക്കാരൻ. ഞാനൊരു 25 വർഷമായി ഇവിടെ സജീവമായി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും പാർട്ടി എന്നെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിച്ചു. ഞാൻ ഒരു പെട്ടെന്ന് ഇറങ്ങി വന്നൊരു സ്ഥാനാർത്ഥിയല്ല. പാർട്ടിയുടെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് തന്നെ പാർട്ടി പ്രപ്പോസൽ പോയി DCCയിൽ വന്നു, KPCCയിൽ വന്നു, അവസാനം ACC അത് അംഗീകരിച്ചു. അങ്ങനെ ഞാൻ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയതാണ്. വലിയൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. BJPക്ക് ശക്തമായ സാന്നിധ്യമുള്ള കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ NDA രംഗത്തിറക്കിയത് വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെയാണ്. BJPയുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളായ ജോർജ് കുര്യന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. BJPയുടെ ഉറച്ച വോട്ടുകൾക്കൊപ്പം അധിക വോട്ടുകൾ കൂടി ചേരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാമെന്ന് NDA കരുതുന്നു. ജനാധിപത്യ സംഘം കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് പ്രവർത്തനത്തിൽ കൂടുതൽ പരിചയവും കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോർജ് കുര്യനെയാണ് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിലടക്കം ഇന്ന് കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങളും രാജ്യത്തിൻ്റെ വികസനത്തിനൊപ്പം നാടിന് വികസനം വേണം എന്ന് ആഗ്രഹിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിനോടൊപ്പമാണ് ഇന്ന് കാഞ്ഞിരപ്പള്ളിയിലെ ഒപ്പമാണ് നിൽക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കാഞ്ഞിരപ്പള്ളിയിലെ 200 ബൂത്തുകളിൽ ഒരു ചർച്ച ഉണ്ടായി. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത് ഇവിടുത്തെ MLAക്കെതിരെയുള്ള കുറ്റപത്രമാണ്. ഏകദേശം 1 ലക്ഷത്തോളം പേർ ഒപ്പിട്ട ഒരു കുറ്റപത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് വികസനമാണ് ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി മുന്നണികളുടെ ഭാഗമായി നിന്ന MLA ഈ നാടിന് വികസനങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തുടങ്ങി വെച്ച ചെറിയ ചെറിയ പദ്ധതികൾ പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും കൂടിയുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. രാഷ്ട്രീയമായി കേരള കോൺഗ്രസിനും CPMനും BJPക്കും സ്വാധീനമുള്ള കാഞ്ഞിരപ്പള്ളിയിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുമോ എന്നത് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഡോക്ടർ എൻ ജയരാജിന്റെ ജനകീയതയെ മറികടക്കാൻ കഴിയും വിധം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ UDFനും NDAയ്ക്കും കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. ചുരുങ്ങിയ പ്രചരണ കാലയളവിൽ അത് സാധ്യമാക്കുക അത്ര എളുപ്പവുമല്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. LDF പുതുപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. മന്ത്രി VN വാസവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് കേന്ദ്രമായി അധപ്പതിച്ചെന്ന് മന്ത്രി പറഞ്ഞു. കോൺഗ്രസ് BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി അധപ്പതിച്ചെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. LDF പുതുപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ BJPയിൽ അംഗത്വമെടുത്തു. ഉമ്മൻചാണ്ടിയുടെ മരുമകനും AK ആന്റണിയുടെ മകനും ഇപ്പോൾ BJP പാളയത്തിലാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ സംഘടനകൾ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുകയാണെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു.
മതനിരപേക്ഷത മുറുകെ പിടിച്ച് വർഗീയ കക്ഷികളെ അകറ്റി നിർത്തി നാടിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കാനാണ് LDF സർക്കാർ ശ്രമിച്ചതെന്നും VN വാസവൻ കൂട്ടിച്ചേർത്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2/3 മെജോറിറ്റി BJP കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അമെൻഡ് ചെയ്ത് ഒരു മതാധിഷ്ഠ രാഷ്ട്രം കേരളത്തിൽ വരുമായിരുന്നു, ഇന്ത്യയിൽ വരുമായിരുന്നു. അതിനായിരുന്നു പറഞ്ഞെങ്കിൽ ഒരു മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ അത് BJP ശ്രമിച്ചാലും ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചാലും രണ്ടും നാടിൻ്റെ ആപത്താണ്. രണ്ട് വർഗീയതയും ചേർത്തുകൊണ്ട് മാത്രമേ നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകൂ. അതുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും പ്രസക്തമായ രാഷ്ട്രീയം ഈ രാഷ്ട്രീയമാണ്, മതനിരപേക്ഷ രാഷ്ട്രീയമാണ്. ഇതോടൊപ്പം പുതുപ്പള്ളി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനവും ആരംഭിച്ചു. മുതിർന്ന നേതാവ് വൈക്കം വിശ്വൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ പുരോഗതി വേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ടോ? കേരളം ആവശ്യപ്പെടുകയാണ്. ആ രംഗത്ത് നമുക്ക് വലിയ ഒരു ചുമതലയാണ് നിർവഹിക്കാനുള്ളത്. ഏത് കാലത്തുള്ളതിനേക്കാളും കരുത്തോടുകൂടി. കാരണം മാധ്യമങ്ങളിൽ ചിലതൊക്കെ വളരെ ബോധപൂർവം പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെയല്ല. ഈ പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇത് മറ്റു പള്ളി പോലെ തന്നെ നിൽക്കുന്നു. ഒരു സംശയവും വേണ്ട. ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കാലത്ത് 2021 പല രീതിയിൽ പറയാനിടവന്നു. പക്ഷേ അവസാന തെരഞ്ഞെടുപ്പ് വരെ വന്നപ്പോൾ എല്ലായിടത്തും മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. ആ മാറ്റത്തിന്റെ തുടികുട്ടിപ്പാട്ട് ഈ പുതുപ്പള്ളിയുടെ അന്തരീക്ഷത്തിൽ ഉയരുമ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തും കാർഷിക രംഗത്തും തന്റെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് പൊതുരംഗത്ത് സംശുദ്ധമായ ഒരു അന്തരീക്ഷം അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന രാധാകൃഷ്ണനെ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ അടയാളമായ അരിവാചിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കാൻ നമുക്കാകെ മുന്നോട്ട് പോകാം. ആ പ്രവർത്തനങ്ങൾ പൂർണ്ണയളവിൽ ഉയർത്തിക്കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള പ്രവർത്തന കേന്ദ്രമായ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് എന്റെ അനാരോഗ്യ മുറ്റുകാരികൾ പരിഗണിച്ച് ഇവിടെ വെച്ച് ആ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. പാമ്പാടിയിലെ CPIM പുതുപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസ് സമുച്ചയത്തിലാണ് മണ്ഡലം കമ്മിറ്റി ഓഫീസും പ്രവർത്തിക്കുന്നത്. സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണനൊപ്പം മുതിർന്ന നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. റമദാനിലെ 29 ദിവസം നീണ്ട വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്കൊടുവിൽ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ വിശ്വാസികൾ പങ്കാളികളായി. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. റമദാനിലെ 29 ദിവസങ്ങൾ പൂർത്തിയാക്കിയാണ് ഇത്തവണ ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന ചെറിയ പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു. സ്നേഹത്തിന്റെയും കൂടിച്ചേരലുകൾ ആഘോഷം കൂടിയാണ് ചെറിയ പെരുന്നാൾ. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദാനധർമ്മങ്ങൾ നിർവഹിച്ച് പരസ്പരം ആശംസകൾ കൈമാറിയുമാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഹിജ്റ വർഷത്തിലെ 10ാം മാസമായ ശവ്വാലിലെ ആദ്യ ദിനമാണ് ചെറിയ പെരുന്നാൾ ദിനമായി ആഘോഷിക്കുന്നത്. ഒരു മാസക്കാലമായി നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിനും ആത്മസംസ്കരണത്തിനും സമാപ്തി കുറിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കടന്നു വന്ന ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ഏവർക്കും സന്തോഷവും ഐശ്വര്യവും നേരുന്നു. വെറുപ്പും വിദ്വേഷവും കൈവെടിഞ്ഞ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കരുത്തിൻ്റെയും ഒരു നല്ല നാളേക്ക് വേണ്ടി കൈകോർക്കുവാൻ ഈ അവസരത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചെറിയ പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾക്ക് ആശംസകൾ നേർന്ന് പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ. പാമ്പാടി മസ്ജിദിൽ രാവിലെ എത്തിയ ചാണ്ടിയുമ്മൻ ഏവർക്കും ആശംസകൾ അർപ്പിച്ചു. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഏക മുസ്ലിം ദേവാലയമായ പാമ്പാടി മസ്ജിദിൽ എത്തി വിശ്വാസികൾക്ക് ഈദ് ആശംസകൾ നേർന്ന് ചാണ്ടിയുമ്മൻ മലയാളത്തിലും അതിഥി തൊഴിലാളികൾക്ക് ഹിന്ദിയിലും ബംഗാളിയിലും ഈദ് ആശംസകൾ അറിയിച്ചു. ആശ്ലേഷിച്ചും ഹസ്തദാനം നൽകിയും കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരോടും കുശലം പറഞ്ഞുമാണ് ചാണ്ടിയുമ്മൻ ഈദ് ആഘോഷങ്ങളിൽ പങ്കാളികളായത്. ഇമാമിന് പള്ളിയിലെ നേർച്ചയായ സാമ്പ്രാണിത്തിരിയും ചെറുപഴവും നൽകിയ ശേഷമാണ് ചാണ്ടിയുമ്മൻ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.
മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് ഈ മാസം 22-ന് കൊടിയേറും. വൈകിട്ട് 5:30-ക്കാണ് തൃക്കൊടിയേറ്റ്. മാർച്ച് 31-നാണ് ദേവിയുടെ തിരുവാറാട്ട്. അഭീഷ്ടവരദായിനിയും നാടിന്റെ ഐശ്വര്യവുമായ കൊടുങ്ങൂരമ്മയുടെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് ഈ മാസം 22-ാം തീയതി ഞായറാഴ്ച കൊടിയേറും. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് 17-ാം മൈൽ വയലിൽ VC രാധാകൃഷ്ണപിള്ളയുടെ ഭവനത്തിൽ നിന്നും കൊണ്ടുവരുന്ന കൊടിക്കൂറയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് 5:30-ന് കൊടിയേറും. തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി അനിൽ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലുമായിരിക്കും ചടങ്ങുകൾ. 2ാം ഉത്സവ ദിനമായ മാർച്ച് 23-ാം തീയതി മുതൽ 8ാം ഉത്സവ ദിനമായ മാർച്ച് 29 വരെ എല്ലാ ദിവസവും പകൽ 11 മുതൽ 12:30 വരെ ഉത്സവബലിയും 12:30-ക്ക് ഉത്സവബലി ദർശനവും നടക്കും. മാർച്ച് 30-നാണ് പള്ളിവേട്ട. 31-ന് പകൽ 11 മണിക്ക് കാവടിയാട്ടവും തുടർന്ന് അഭിഷേകവും നടക്കും. വൈകുന്നേരം 4:30-ക്കാണ് ദേവിയുടെ തിരുവാറാട്ട്. കൊടുങ്ങൂരമ്മയുടെ തിരുനാൾ മീനമാസത്തിലെ പൂരം നാളിലാണ് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും പ്രൗഢഗംഭീരമായി തന്നെ കൊടുങ്ങൂരമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഒക്കെയും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന മാർച്ച് 22-ാം തീയതി കൊടിയേറുന്നതോടുകൂടി ഉത്സവത്തിന് 10 ദിവസത്തെ ഉത്സവത്തിന് തുടക്കമാവുകയാണ്. മാർച്ച് 31 പൂരം നാളിൽ ക്ഷേത്രക്കുളത്തിൽ നടക്കുന്ന ആറാട്ടും അതിനുശേഷം നടക്കുന്ന ഘോഷയാത്രയും ക്ഷേത്രത്തിലെത്തുന്നതോടെ കുടിയിറങ്ങി 10 ദിവസത്തെ പൂര ഉത്സവം, മീനപ്പൂര ഉത്സവം സമാപിക്കുന്നു. മറ്റ് സമീപ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കിക്കൊണ്ട് 10 ദിവസത്തെ ഉത്സവ നാളുകളിൽ 7 ദിവസവും മേജർ കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ ഉത്സവബലി നടന്നു വരുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും നടന്നു വരുന്നു. താന്ത്രിക വിധിപ്രകാരം യാതൊരു വിധത്തിലുള്ള ലോപവും വരാതെയും ക്ഷേത്രത്തിനുള്ളിലെ എല്ലാ താന്ത്രിക കർമ്മങ്ങളും അതിഭംഗിയായി തന്നെ നടത്തുന്നതിനും വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉത്സവ ദിവസങ്ങളിൽ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. വാഴൂർ ഡ്രീം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേള, നാട്ടരങ്ങ്, ബാലെ, മാർച്ച് 25-ന് കൺജിനാഥ് കലാകാരനും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തി സംഗീത സദസ്സ് എന്നിവ കലാപരിപാടികളുടെ ഭാഗമാകും. മാർച്ച് 27-ന് രാത്രി 9 മണി മുതൽ സിനിമാ സീരിയൽ താരം അമ്പിളി ദേവിയുടെ നൃത്തസന്ധ്യ അരങ്ങേറും. മാർച്ച് 29-ന് രാത്രി 7:30-ന് കൊച്ചിൻ കൈരളിയുടെ ഗാനമേള, 30-ാം തീയതി രാത്രി 8 മണി മുതൽ സൂപ്പർ ഫൺ ടാലന്റ് മെഗാ ഷോ, ആറാട്ട് ദിവസം വൈകുന്നേരം 5:45-ന് ഗോപുരം ജംഗ്ഷനിൽ കോട്ടയം ബ്ലൂ സ്റ്റാറിന്റെ ഗാനമേള എന്നിവ അരങ്ങേറും. പൊൻകുന്നത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് SM സേതുരാജ്, സെക്രട്ടറി KV ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിലെ മൊബൈൽ ഫോൺ കട കത്തിനശിച്ചു. സിറ്റി ഫോൺസിനാണ് തീപിടിച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിലെ സിറ്റി ഫോൺസിനാണ് തീപിടിച്ചത്. പ്രദേശവാസികളാണ് തീ ഉയർന്നത് കണ്ടത്. തുടർന്ന് ഇവർ അഗ്നിരക്ഷാസേനയെയും ഏറ്റുമാനൂർ പോലീസിനെയും വിവരമറിയിച്ചു. അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് നിഗമനം. മൊബൈലുകളും മറ്റ് അനുബന്ധ സാധനങ്ങളും ഉൾപ്പെടെ കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായതായാണ് വിലയിരുത്തൽ. മൊബൈൽ ഷോപ്പ് തീപിടിച്ചതിനെ തുടർന്ന് i4U ചാനൽ ഫൈബർ കേബിളുകൾ കത്തി നശിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോട്ടയം ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ നടന്നു. നടപടി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചേതൻകുമാർ മീണയുടെ സാന്നിധ്യത്തിൽ. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മത്സര ചിത്രം തെളിഞ്ഞു. സിറ്റിംഗ് MLA ഡോക്ടർ N ജയരാജ് LDF പ്രതിനിധി. മണ്ഡലം പിടിക്കാൻ UDF-ലെ പ്രൊഫസർ റോണി K ബേബിയും NDA-യുടെ പ്രതിനിധി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും. വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾ സമാപിച്ചു. ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. കോൺഗ്രസ് BJP-യിലേക്കുള്ള റിക്രൂട്ടിംഗ് കേന്ദ്രമായി അധപ്പതിച്ചെന്ന് മന്ത്രി VN വാസവൻ. LDF പുതുപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ പാമ്പാടിയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.